ആലിപ്പറമ്പ് കളത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമായിരുന്നു ഇന്ന്. ഇത്രയും അടിപൊളി അറ്റ്മോസ്ഫിയറിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പൂരം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യണത് പാടത്തിന് സൈഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ പൂരം നടക്കുന്നത് പാടത്താണ്. 2 ഭാഗങ്ങളിലുമായിട്ട് പാടം, അതിൻ്റെ നടുക്കൂടെയാണ് റോഡ് പോണത്. ഈ റോഡിൽ കൂടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നായിട്ടുള്ള ആനകളുടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല വൈബായിട്ടുള്ള ഒരു കാഴ്ച. നമ്മളൊരു വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനും വിഷ്ണുവേട്ടനാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ ഉച്ചയ്ക്കേ പോയി, കാരണം അമ്മേൻ്റെ വീട് ആലിപ്പറമ്പിലാണ്. അപ്പോൾ അവിടെ വല്യമ്മയും വല്യച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അവിടെ ബാങ്കിൽ നിന്ന് ഉച്ചയ്ക്ക് ആലിപ്പറമ്പിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ടാണ് അവരെ കണ്ടത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആറി നല്ലൊരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പാടത്തുകൂടെ നടക്കാനായിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം ആ പാടത്തുകൂടെയൊക്കെ നടന്ന്, പാടത്താണേലോ പ്രധാനമായിട്ടും ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഈ പാടത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിൽ നടന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, പിന്നെ നമ്മളെന്തായാലും പോയിട്ടുണ്ടെങ്കിൽ ഈ പൂരപ്പറമ്പ് പോയാൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ അവിടുത്തെ ഒന്നും വാങ്ങിയില്ലെങ്കിലും നമ്മൾ വെറുതെ എല്ലാ കടയിൽ കൂടെ ഒന്നിങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ നേരം ആ പാടത്ത് കൂടെയൊക്കെ നടന്ന്, പിന്നെ എന്താ പറയുക, ഒരു 2-3 പാടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതേപോലെ റോഡുകളുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കത്താ ദൂരത്ത് പാടം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഒക്കെ നമ്മൾ കാണുന്നത് പാടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഒരു 14-15 ദേശങ്ങളിൽ നിന്നായിട്ടുള്ള ആനകളുണ്ടായിരുന്നു. അതുകൊണ്ടൊരു 3-4 ദേശങ്ങളിൽ നിന്നുള്ള കാളകളുണ്ടായിരുന്നു. കാളകളുടെ നമ്മൾ തിരിച്ച് പോരുമ്പോഴാണ് നമ്മൾ കാളകളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആകെ ബ്ലോക്കും തിരക്കൊക്കെ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു പൂരമെന്ന്. അത് പറയാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ. പൊതുവേ നമ്മളൊരു ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള പൂരങ്ങളിലൊക്കെ വെച്ചിട്ട് ഉള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം പൊതുവേ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. അത് സ്വാഭാവികമാണ്. അത് ഇവിടെയും അതേപോലെ തന്നെ ഭയങ്കര തിരക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലം കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വിശാലമായിട്ട് നടന്ന് കാണാനുള്ള സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. പൊതുവെ വെച്ചാൽ തിക്കി തിരക്കാകുമ്പം ആകപ്പാടെ പൊടിയും ഒരു ശ്വാസം മുട്ടൽ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര കൂളായിട്ട് പൂരം ആസ്വദിക്കാൻ, എനിക്ക് കൂളായിട്ട് പൂരം ആസ്വദിക്കാൻ പറ്റി. അതേപോലെ തന്നെ ഈ ഒരു ആലിപ്പറമ്പിലുള്ള അവിടുത്തെ ആ ഒരു ആളുകൾ, ജനങ്ങളുടെ ഒരു വൈബ്, അതായത് എല്ലാ ആളുകളും, അതായത് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും, പൊതുവേ പല പൂരങ്ങളിലും എന്താ പറയുക, പൊതുവേ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചില അലമ്പ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അടി ഉണ്ടാക്കുക, അങ്ങനെയുള്ളതൊക്കെ പൊതുവേ പൂരങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. അവിടെയുള്ള ആളുകളാണെങ്കിലും നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ബ്ലോക്കിൽ പെടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളാണെങ്കിലും ഭയങ്കര കൂളായിട്ടുള്ള ആളുകളായിരുന്നു ആലിപ്പറമ്പിലുള്ള ആളുകളെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പൂരം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് പൂരം ഭയങ്കര ഇഷ്ടമായത്. എന്തായാലും ഇനി ഞാൻ കൂടുതൽ പറയണില്ല. ഇനി നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ തന്നെ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.